എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ സുഖോയ് 30-നെ ഭയക്കുന്നു? മാർച്ച് 23-ന് പാകിസ്ഥാന്റെ റിപ്പബ്ലിക് ദിനമായ പാകിസ്ഥാൻ ഡേ ആയിരുന്നു. ആഘോഷങ്ങൾക്കിടയിലും ഉയർന്നു വന്ന ഒരു പേര് ഇന്ത്യയുടെ അഭിമാനമായ സുഖോയ് 30 MKI പോർ വിമാനങ്ങളെക്കുറിച്ചായിരുന്നു. എന്നത് ഈ പോർ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ എത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നതിന്റെ തെളിവാണ്. പാകിസ്ഥാൻ വ്യോമസേനയുടെ എല്ലാ സ്ക്വാഡ്രനുകളുടെയും ആസ്ഥാനത്ത് എതിരാളിയായി അവതരിപ്പിക്കുന്നത് ഇന്ത്യയുടെ സുഖോയ് 30-നെ തന്നെയാണ്. ഈ യുദ്ധവിമാനത്തിന്റെ മോഡലുകൾ ഉപയോഗിച്ചാണ് തിയറി ക്ലാസുകൾ പാക് വ്യോമസേനാ കേന്ദ്രങ്ങളിൽ നടത്തുന്നത്. ആക്രമണ പറക്കൽ പരിശീലനങ്ങളിൽ ചൈനയുടെ സുഖോയ് 30 യുദ്ധവിമാനങ്ങളുമായാണ് പാകിസ്ഥാൻ വ്യോമസേന കൂടുതൽ നേരം ചിലവഴിക്കുന്നത്. സുഖോയ് 30-ന്റെ സവിശേഷതകൾ, ന്യൂനതകൾ, മികവുകൾ എന്നിവ വിലയിരുത്തി ഒരു ആക്രമണ തന്ത്രം മെനയുക എന്നത് തന്നെയാണ് കാരണം. നിലവിൽ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഇരട്ട എഞ്ചിനുള്ള ഒറ്റ പോർ വിമാനം പോലുമില്ല. പാക് വ്യോമസേനയുടെ നട്ടലായ F-16, ചൈനീസ് നിർമ്മിത JF-17, ഡെസോ മിറാഷ് 3, മിറാഷ് 5, J-7 എന്നീ യുദ്ധവിമാനങ്ങളെല്ലാം തന്നെ ഒറ്റ എഞ്ചിൻ വിമാനങ്ങളാണ്. എന്നാൽ ഇന്ത്യയുടെ സുഖോയ് 30, MiG-29, ജാഗ്വാർ, റഫാൽ എന്നീ യുദ്ധവിമാനങ്ങളാകട്ടെ ഇരട്ട എഞ്ചിനുകൾ ഉള്ളവയാണ്. യാഥാർത്ഥ്യത്തിൽ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ നിലവിലെ യുദ്ധവിമാനങ്ങൾക്കൊന്നും ഇന്ത്യയുടെ സുഖോയ് 30 MKIകളോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിനാൽ തന്നെ പാകിസ്ഥാൻ വ്യോമസേന ചൈനയിൽ നിന്നും 40 J-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചു. അടുത്ത 2 വർഷത്തിനുള്ളിൽ 3 സ്ക്വാഡ്രനുകൾ പ്രവർത്തിപ്പിക്കാനാണ് പാക് വ്യോമസേനയുടെ ആഗ്രഹം. ഇതിന് മുന്നോടിയായി പാകിസ്ഥാനി ഫൈറ്റർ പൈലറ്റുമാർ ചൈനയിൽ J-35 യുദ്ധവിമാനങ്ങളിൽ പരിശീലനം ആരംഭിച്ചു. ചൈനയുടെയും പാകിസ്ഥാന്റെയും വ്യോമസേനകൾ സംയുക്ത അഭ്യാസ പ്രകടനങ്ങൾ നടത്തുമ്പോൾ പാകിസ്ഥാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ചൈനയുടെ സുഖോയ് യുദ്ധവിമാനങ്ങളോട് പരിശീലനം നടത്താനാണ്. ചൈന സുഖോയ് 30 MKK, സുഖോയ് MK-2 എന്നീ വകഭേദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ചൈനയുടെ സുഖോയ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ സുഖോയ് 30 MKIയുടെ അത്ര ആധുനികമല്ല. എന്നാൽ റഷ്യയെക്കാളും ചൈനയെക്കാളും സുഖോയ് 30 യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയാണ്. 272 സുഖോയ് യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ വായുസേനയുടെ പക്കലുള്ളത്. ഇത് 286 ആക്കി ഉയർത്താനാണ് സേന ലക്ഷ്യമിടുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് റഷ്യയിൽ നിന്നും നേടിയ ലൈസൻസ് ഉപയോഗിച്ച് തദ്ദേശീയമായി സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സുഖോയ് 30 MKI പോർ വിമാനങ്ങൾക്ക് 56,800 അടി വരെ ഉയരത്തിൽ പറക്കാൻ സാധിക്കും. പാകിസ്ഥാന്റെ പ്രധാന യുദ്ധവിമാനമായ അമേരിക്കൻ നിർമ്മിത F-16കൾക്കാകട്ടെ പരമാവധി 50,000 അടി വരെ ഉയരത്തിൽ പറക്കാൻ മാത്രമേ സാധിക്കൂ. കൂടാതെ സുഖോയ് 30-ന് 3000 കിലോമീറ്റർ ആക്രമണ പരിധിയുമുണ്ട്. പരമാവധി വേഗം മാക് 2 അഥവാ മണിക്കൂറിൽ 2120 കിലോമീറ്റർ വേഗം. ശബ്ദത്തെക്കാൾ 2 ഇരട്ടി വേഗത്തിൽ പറക്കാൻ സുഖോയ് 30-ന് കഴിയും. F-16-ന് പരമാവധി മണിക്കൂറിൽ 2414 കിലോമീറ്റർ വേഗം കൈവരിക്കാൻ സാധിക്കും. വേഗത്തിന്റെ കാര്യത്തിൽ സുഖോയിയേക്കാൾ മുന്നിലാണെങ്കിലും F-16-ന് 2264 കിലോമീറ്റർ ആക്രമണ പരിധിയേ ഉള്ളൂ. കൂടാതെ സുഖോയ് 30-ന് 8000 കിലോഗ്രാം ആയുധങ്ങൾ അഥവാ 12 മിസൈലുകൾ വഹിക്കാൻ കഴിയും. ഇത് ചില അവസരങ്ങളിൽ 14 എണ്ണമായി വരെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. F-16-ന് 6800 കിലോഗ്രാം ആയുധങ്ങൾ അഥവാ 17 മിസൈലുകൾ, ബോംബുകൾ വഹിക്കാൻ കഴിയും. ഒറ്റ എഞ്ചിൻ യുദ്ധവിമാനമായതിനാൽ ആകാശ യുദ്ധങ്ങളിൽ ഇത്രയും ആയുധം വഹിച്ച് F-16-ന് പറക്കാൻ സാധിക്കില്ല. ഗ്രൗണ്ട് അറ്റാക്കിന് മാത്രമേ ഇത്രയും ആയുധഭാരം സാധാരണ ഇത്തരം യുദ്ധവിമാനങ്ങൾ വഹിക്കാറുള്ളൂ. സാധാരണ 6 മിസൈലുകൾ മാത്രമാണ് F-16 ഫൈറ്റർ വിമാനങ്ങൾ വഹിക്കുന്നത്. ഇത് സുഖോയ് 30 MKI വഹിക്കുന്നതിന്റെ നേർ പകുതി മാത്രമാണ്. സുഖോയ് 30 പോർ വിമാനങ്ങളുടെ 30 mm പീരങ്കിക്ക് 150 റൗണ്ടുകൾ വെടിവെക്കാൻ സാധിക്കും. F-16-ന്റെ 20 mm പീരങ്കിക്ക് 511 റൗണ്ടുകൾ വെടിവെക്കാൻ സാധിക്കും. എന്നാൽ 30 mm പീരങ്കിക്ക് 20 mm പീരങ്കിയേക്കാളും കൃത്യതയും നശീകരണ ശക്തിയും ഉണ്ട്. ഇന്ത്യയുടെ സുഖോയ് 30കൾക്ക് ഒരേ സമയം 4 ലക്ഷ്യങ്ങളെ വരെ ഒന്നിച്ച് ആക്രമിക്കാൻ സാധിക്കും. കൂടാതെ 15 ലക്ഷ്യങ്ങളെ ഒരേ സമയം ട്രാക്ക് ചെയ്യാനും കഴിയും. F-16കൾക്കും ഇത്രത്തോളം ഇല്ലെങ്കിലും ഈ സവിശേഷതയുണ്ട്. അസ്ത്ര മിസൈലുകളുടെ വകഭേദങ്ങൾ ഉപയോഗിക്കുന്ന സുഖോയ് 30 MKIക്ക് 110 മുതൽ 160 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ പോലും തകർക്കാൻ കഴിയും. ഭാവിയിൽ ഗാണ്ടീവ പോലുള്ള മിസൈലുകൾ ഉപയോഗിച്ച് 300 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ പോലും ആക്രമിച്ച് തകർക്കാൻ സുഖോയ് 30-ന് കഴിയും. പാകിസ്ഥാന്റെ നിലവിലുള്ള F-16 പോർ വിമാനങ്ങൾക്ക്
60 മുതൽ 100 കിലോമീറ്റർ വരെ മാത്രമേ കാഴ്ചയ്ക്കും അപ്പുറമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള കഴിവുള്ളൂ. ഇന്ത്യക്ക് 272 സുഖോയ് MKI യുദ്ധവിമാനങ്ങൾ ഉള്ളപ്പോൾ വെറും 85 F-16 വിമാനങ്ങൾ മാത്രമേ പാകിസ്ഥാനുള്ളൂ. ഇവയിൽ പലതും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവയാണ്. US ഒരിക്കലും അവരുടെ അത്യാധുനിക മിസൈൽ, റഡാർ, ഏവിയോണിക്സ്, എഞ്ചിൻ എന്നിവ പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾക്ക് നൽകാത്തതാണ് കാരണം. എന്നാൽ റഷ്യ ഇന്ത്യക്ക് അത്യാധുനിക ജെറ്റ് എഞ്ചിനുകളും ആയുധങ്ങളും നൽകുന്നു. കൂടാതെ ഇസ്രായേൽ നിർമ്മിത റഡാറുകളാണ് ഇന്ത്യൻ വായുസേന പല യുദ്ധവിമാനങ്ങളിലും ഉപയോഗിക്കുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള അനുബന്ധ ഘടകങ്ങളും ഇന്ത്യ മികച്ച രീതിയിൽ നിർമ്മിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ആകട്ടെ ഈ കഴിവില്ലാത്തതിനാൽ പൂർണ്ണമായി ചൈനയെ ആശ്രയിക്കുന്നു. പാകിസ്ഥാന് 149 ചൈനീസ് നിർമ്മിത JF-17 യുദ്ധവിമാനങ്ങളുണ്ട്. എന്നാൽ ഇവയ്ക്ക് സ്ഥിരമായി ഉണ്ടാകുന്ന സാങ്കേതിക തകരാറുകൾ മൂലമുള്ള അപകടങ്ങളിൽ നിരവധി JF-17 വിമാനങ്ങൾ പാക് വ്യോമസേനയ്ക്ക് നഷ്ടമായിരുന്നു. ഇക്കാരണത്താൽ തന്നെ ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്നതുവരെ പാകിസ്ഥാൻ വ്യോമസേനയുടെ ഉറക്കം കെടുത്താൻ ഇന്ത്യയുടെ സുഖോയ് 30 മാത്രം മതി. ഇപ്പോഴുള്ള റഫാൽ, MiG-29, മിറാഷ് 2000, ജാഗ്വാർ, തേജസ് എന്നിവയും ഭാവിയിൽ വരാനിരിക്കുന്ന AMCA, LCA തേജസ് മാർക്ക് 2, അമേരിക്ക നൽകാൻ താൽപര്യം പ്രകടിപ്പിച്ച F-35, ഇന്ത്യയുടെ സുഖോയ് 57 എന്നിവ കൂടി ഇന്ത്യൻ വ്യോമസേനയിൽ എത്തിയാൽ പാകിസ്ഥാന് തലവേദന കൂടും.